കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധരായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് കർത്താവിൻ്റെ വചനത്തിന് മുമ്പാകെ കടന്നു വരുവാൻ സവിശുദ്ധനായ ദൈവം തന്ന ഈ വിലയേറിയ അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് നമുക്കിന്ന് രാത്രിയിൽ കടന്നു വരാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നമുക്കതിൻ്റെ മുൻപിലുള്ള അധ്യായങ്ങളൊക്കെ അല്പമായി ധ്യാനിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരുന്നു. 3-ാം അധ്യായം മുതൽ ദൈവസഭയ്ക്ക് നേരിടുന്ന പീഡകളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. പീഡകളുടെ ആരംഭമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവിനെ പിൻപറ്റുന്ന ദൈവജനത്തിന് എല്ലാ കാലത്തും എല്ലാ കാലഘട്ടങ്ങളിലും അതേ പീഡനങ്ങൾ ഉണ്ട് എന്നുള്ളൊരു വാസ്തവം കൂടെ നാം അവിടെ തിരിച്ചറിയണം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ എങ്ങനെ ദൈവസഭ അതിനെ തരണം ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാ കാലത്തും ധൈര്യം പകരുന്നൊരു കാര്യമാണ്. ദൈവവചനത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ചരിത്ര താളുകളിലൂടെ നമുക്കത് മനസ്സിലാക്കുന്നതിലൂടെയൊക്കെ ദൈവജനം ഇന്നും പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുന്നേറുവാനുള്ള ശക്തി അവർ ആർജിക്കുന്നു എന്നുള്ളത് സത്യമായൊരു കാര്യമാണ്. അവിടെയെല്ലാം നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ഈ ആരംഭ താളുകളിൽ തന്നെ ദൈവസഭ നേരിട്ടതായ പ്രതിസന്ധികളെ അല്ലെങ്കിൽ പുറമേ നിന്നവർക്കുണ്ടായതായ വലിയ ഉപദ്രവങ്ങളെ അവരെങ്ങനെ അതിനെ അതിജീവിച്ചു എന്നുള്ളത് നമുക്കും ധൈര്യം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അതിൻ്റെ ആരംഭത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ ഒരു മനുഷ്യന് ലഭിച്ചതായ സൗഖ്യനിമിത്തം അത് യെരൂശലേമിലുള്ള എല്ലാവരും അറിയുകയും ഒക്കെ ചെയ്തത് നിമിത്തമായി യേശുവിൻ്റെ നാമം അത് വേഗം പരന്നുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അന്ന് നിലവിലുണ്ടായിരുന്ന യഹൂദന്മാർ അല്ലെങ്കിൽ യഹൂദന്മാരുടെ പ്രമാണിമാര്, പുരോഹിതന്മാര്, അതുപോലെ തന്നെ അവരുടെ പ്രധാന വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഇതിനെതിരായി നിന്നുകൊണ്ട് ഇതിന് മുന്നിൽ നിന്നവരെ പീഡിപ്പിക്കുവാൻ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ പീഡിപ്പിക്കുവാനായിട്ട് മുമ്പോട്ട് വരുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ ഒരു വിശകലനമായ ഒരു ചിന്ത നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ധ്യാനിപ്പാനിടയായല്ലോ. ഒന്നാമതായി അവിടെ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ സൗഖ്യത്തെക്കുറിച്ചാണ്. അതിനെ തുടർന്ന് എങ്ങനെയാണ് ഇവന് ഈ സൗഖ്യം വന്നതെന്ന് പത്രോസ് തൻ്റെ പ്രസംഗത്തിലൂടെ വിശദീകരിക്കുന്നു. മൂന്നാമതായി നമ്മൾ കണ്ടത് അതിൻ്റെ അനന്തരഫലമായി എന്താണ് അവർക്കുണ്ടായത് എന്ന് നമുക്ക് പിന്നീട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ 3-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത് പത്രോസ് വളരെ സധൈര്യം അവരോട് ഇതെന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു, എന്താണ് ഇതിൻ്റെ കാരണം, ഇത് യേശുക്രിസ്തു മുഖാന്തരം ഇവനുണ്ടായ സൗഖ്യം, അതിനെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിച്ച് തൻ്റെ പ്രസംഗത്തിലൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുകയും ഒടുവിൽ നമ്മൾ കണ്ട വാക്യങ്ങളിൽ പഴയ നിയമ ഉദ്ധരണികൾ എടുത്തുകൊണ്ട് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇത് പ്രവാചകന്മാർ മുൻപുകൂട്ടി അറിയിച്ചത് നിമിത്തം യേശുക്രിസ്തുവിൽ കൂടെ നിറവേറിയതായ പ്രവൃത്തികളാണെന്ന് വിവരിക്കുന്ന ഭാഗങ്ങളാണ്. പാപമോചനവും നീതീകരണവും യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നു എന്നുള്ളതായ ആ ദിവ്യ സത്യത്തെ വളരെ സധൈര്യം പത്രോസ് ഘോഷിക്കുന്നതാണ് 3-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ നമ്മൾ കാണുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച് അവസാനിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ ഇതെല്ലാം പത്രോസ് ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് ഇന്ന് രാത്രി പ്രവേശിക്കാം. ആ പ്രതികൂല സാഹചര്യം അല്ലെങ്കിൽ ഈ പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ ഈ ജനത്തിന് മുമ്പാകെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന സംഭവമാണ് നമ്മൾ 4-ൽ വായിക്കുന്നത്. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നിട്ട് വാക്യങ്ങൾ വായിക്കാമോ? അവർ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. 3 കൂട്ടരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. നമുക്കറിയാം ഇവര് യഹൂദന്മാരുടെ ലീഡർഷിപ്പിലുള്ളതായ ആളുകളാണ് എന്ന് നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായി ചിന്തനീയമായൊരു കാര്യം, യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ഡിഫറൻറ്റ് സെക്റ്റ് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ. ഇപ്പോൾ നമുക്കറിയാം ക്രിസ്തീയ വിഭാഗത്തിൽ തന്നെ പല ഗ്രൂപ്പുകൾ ഉള്ളതുപോലെ തന്നെ അന്ന് ജൂദായിസത്തിന് പല സെക്റ്റുകളുണ്ടായിരുന്നു. അതിൽപ്പെട്ട ആളുകളാണ് ഒന്നാമതായി നമ്മൾ പറയുന്നത്. നമുക്ക് ഏറ്റവും പരിചയമുള്ള കൂട്ടരാണ് പരീശന്മാരെന്ന് പറയുന്നത്. ആ പരീശന്മാരുടെ ഇടയിൽ തന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ ഫാരിസീസ് അല്ലെങ്കിൽ പരീശന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടർ. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കൂട്ടരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സാദുസീസ് അല്ലെങ്കിൽ സദൂക്യർ
എന്ന് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ സദൂക്യരെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുന്ന ഈ പീഡകളുടെ എല്ലാം അത് അഴിച്ചുവിട്ടത് അല്ലെങ്കിൽ അതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഒരു പക്ഷേ ഇവർ തന്നെയാണ് എന്നാണ് നമുക്ക് ഈ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അവരെ എടുത്തു പറയുന്നുണ്ട്, സദൂക്യരെന്ന് എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം കൂടെ അതിനോട് ചേർന്നൊന്ന് വായിച്ച് 5:17. പിന്നെ മഹാപുരോഹിതന്മാരും സദൂക്യരുടെ അവന്റെ പക്ഷക്കാരും അവിടെയും ഈ പീഡകളുടെ എല്ലാം മുന്നിൽ നിന്നുകൊണ്ട് അതിന് ചില കാരണമുണ്ട്. അപ്പോൾ സദൂക്യർ ആരാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ യേശുവിനെ കുറിച്ചുള്ള ഈ പ്രസംഗം കേൾക്കുമ്പോൾ അവർ കോപപരശവരായി ഇവരോട് എതിരിടുവാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആരാണ് ഈ സദൂക്യർ? ഞാൻ പറഞ്ഞ യഹൂദന്മാരുടെ ഇടയിലെ ഒരു വിഭാഗമാണ്. പരീശന്മാരുണ്ട്, സദൂക്യരുണ്ട്, എരിവുകാരുണ്ട്, എസനീസ് എന്ന് പറയുന്നത്. ഈ 3 പ്രധാന വേറെ പല ഗ്രൂപ്പുകളുണ്ട് അവരുടെ ഇടയിൽ. എന്നാൽ ഇവരെ 3 പേരെ കുറിച്ചാണ് വചനത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. പരീശന്മാര്, സദൂക്യര്, എരിവുകാർ, എസനീസ് എന്നാണ് പറയുന്നത്. ഫാരിസീസ്, സാദുസീസ് ആൻഡ് എസനീസ് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ സദൂക്യർ ആരാണെന്നൊന്ന് വേഗം 1-2 കാര്യങ്ങൾ അവരെക്കുറിച്ച് വിശദമായി അവരുടെ പഠിപ്പിക്കലുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ക്രൈസ്തവ വിഭാഗം, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. ക്രൈസ്തവ വിഭാഗങ്ങളിൽ തന്നെ പല വ്യത്യാസങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുമ്പോൾ നമുക്കറിയാം അവരുടെയൊക്കെ ഉപദേശങ്ങളൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉള്ളതുപോലെ ഈ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ഇവർ തമ്മിൽ അവരുടേതായ വിശ്വാസങ്ങളിൽ അവരുടേതായ രീതികളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഈ സദൂക്യരെ സംബന്ധിച്ച് പൊതുവെ യഹൂദന്മാർ റോമൻ ആധിപത്യത്തോടെതിരായിരുന്നു. തങ്ങൾക്കൊരു സ്വതന്ത്ര രാഷ്ട്രം വേണമെന്നുള്ള ചിന്താഗതി അവർ വെച്ചു പുലർത്തിയവരായിരുന്നു യഹൂദന്മാർ. അന്ന് റോമിൻ്റെ കീഴിലാണ് അവരുടെ ദേശമെങ്കിലും അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് യഹൂദന്മാർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഈ സദൂക്യരെ സംബന്ധിച്ച് അവർ അങ്ങനെ പുറമേ ഈ റോമൻ ഗവൺമെൻറ്റുമായിട്ട് ഒരു ഏറ്റുമുട്ടലിന് അവർ തയ്യാറല്ലായിരുന്നു. ഈ സദൂക്യരെന്ന് പറയുന്ന ആളുകൾ റോമൻ ഗവൺമെൻറ് നമ്മളെ ഭരിക്കുന്നു, അവരുമായി ചേർന്ന് പോകണം എന്നുള്ളൊരു ആശയക്കാരായിരുന്നു. അപ്പോൾ പൊളിറ്റിക്കലി അവരുടെ ആശയമെന്ന് പറയുന്നത് ഒരിക്കലും നിലവിലുള്ള ഒരു ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാനോ അതിന് വിരോധമായി ഇടപെടുവാനോ പാടില്ലെന്നുള്ളൊരു ആശയമായിരുന്നു ഈ സദൂക്യർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് റോമൻ ഗവൺമെൻറ്റിൽ നിന്ന് അവർക്ക് ഒരു പക്ഷേ മറ്റാനുകൂല്യങ്ങളൊക്കെ അല്ലെങ്കിൽ റോമൻ ഗവൺമെൻറ്റിന് അവരോട് വലിയ വിരോധമില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പൊളിറ്റിക്കലി അവരുടെ സ്റ്റാൻഡ് അങ്ങനെ ആയിരുന്നു. മറ്റൊന്ന്, സദൂക്യരെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവരുടെ ദൈവശാസ്ത്രപരമായി, ഞാൻ പറഞ്ഞല്ലോ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ഉള്ളൊരു ഗ്രൂപ്പാണ്. അവർ സദൂക്യർ എന്താണ് വിശ്വസിച്ചിരുന്നത് അതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പലയിടങ്ങളിൽ നമുക്കത് വായിക്കാൻ കഴിയുന്നുണ്ട്. ഒന്ന്, മശിഹായുടെ യുഗം ആരംഭിച്ചു കഴിഞ്ഞു, ഇനി ഒരു മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട. സാധാരണ യഹൂദന്മാരെ സംബന്ധിച്ച് ഒരു മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. എന്നാൽ ഇവർ പഠിപ്പിച്ചിരുന്നത് മശിഹായുടെ യുഗം ആരംഭിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഒരു മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട എന്നൊരു പഠിപ്പീര് അവർക്കുണ്ടായിരുന്നു. മറ്റൊന്ന്, ഏറ്റവും പ്രധാനമായും ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അവർ പുനരുത്ഥാനം അല്ലെങ്കിൽ മരിച്ചവരുടെ ഉയർപ്പിനെ അവർ വിശ്വസിക്കുന്നില്ലായിരുന്നു. അത് നമുക്കിവിടെ വളരെ എടുത്ത് ഇവിടെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ പത്രോസിൻ്റെ പ്രസംഗത്തെയൊക്കെ ഏറ്റവും വെറുക്കാൻ കാരണം അവരുടെ വിശ്വാസത്തിന് അതിനെതിരായിരുന്നു. മനുഷ്യൻ്റെ റിസറക്ഷൻ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിനെ അവരൊരിക്കലും വിശ്വസിച്ചിരുന്നില്ല. മൂന്നാമതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഈ 2 കാരണങ്ങളാലാണ് ഇവരുടെ പ്രസംഗം. അപ്പോസ്തലന്മാരെന്താണ് പ്രസംഗിക്കുന്നത്? അവരുടെ പ്രസംഗത്തിൻ്റെ കാതലായ വിഷയം നമ്മൾ 2-ാം അധ്യായത്തിൽ കണ്ടു. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ അവരുടെ പ്രസംഗത്തിൻ്റെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ്, മരിച്ചവരെന്നുള്ള യേശുവിൻ്റെ ഉയർപ്പാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ കാതലായ സന്ദേശം യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പെന്നുള്ളതായിരുന്നു. അപ്പോൾ അപ്പോസ്തലന്മാർ ഇത് പ്രസംഗിക്കുന്നത് കൊണ്ട് ഈ സദൂക്യർക്ക് ഇവരോട് വളരെ വിരോധമുണ്ടാകുവാനിടയായി. ഇത് മാത്രമല്ല, അവരാരാണ്? അവർ ദുരുപദേശം പഠിപ്പിക്കുന്നവരാണെന്നും അവർ റോമൻ ഗവൺമെൻറ്റിനെതിരാണെന്നും എന്നുള്ളതായ ധാരണ ഈ സദൂക്യർക്കുണ്ടായത് സ്വാഭാവികമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അവരുടെ വിശ്വാസത്തിനെതിരായി, യഹൂദന്മാർ വിശ്വസിച്ചതിനൊക്കെ എതിരായിട്ടാണ് ഇവർ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, ഈ അപ്പോസ്തലന്മാർ അവരാരാണ്? അവർ ഈ ദൈവശാസ്ത്രം അത് പങ്കിടുവാൻ, അത് ജനത്തെ ഉപദേശിക്കുവാൻ അവർ പ്രാപ്തരല്ല. അവരുടെ പ്രസംഗത്തിന് ആധികാരികതയില്ല. അവർ ദൈവവചനത്തിൻ്റെ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന യഹൂദ മതത്തിൻ്റെ വിശ്വാസങ്ങൾക്കെല്ലാം എതിരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ പ്രസംഗങ്ങളും അവരുടെ പഠിപ്പിക്കലുകളെയെല്ലാം
വളരെ ശക്തമായി എതിർക്കുന്നവരായിരുന്നു സദൂക്യരെന്ന് നമുക്ക് കാണുവാൻ. അപ്പം പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ടത് മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ അവർ എതിർത്തിരുന്നു. മശിഹായുടെ യുഗം ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നതുകൊണ്ട് പത്രോസിൻ്റെ പ്രസംഗത്തെ അവർക്ക് അംഗീകരിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത് സദൂക്യരാണ്. പിന്നെ പുരോഹിതന്മാരും, പിന്നെ ദൈവാലയത്തിലെ പടനായകൻ എന്നൊരു പദമുണ്ട്. അപ്പോൾ നമുക്കൊരു ചിന്ത വരുന്നത് ദൈവാലയത്തിലെ പടനായകനില്ലേ, അതിന് കൊടുത്തിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം അന്ന് ഈ ടെമ്പിൾ ഗാർഡുണ്ട്. ആ ടെമ്പിൾ ഗാർഡിൻ്റെ ചീഫായിട്ടൊരാളുണ്ട്. ആ ചീഫായിട്ടുള്ള ഒരാൾക്ക് ഒരു പക്ഷേ ഒരു നല്ല സ്ഥാനമൊന്നുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ലോ ആൻഡ് ഓർഡറിൻ്റെ ഒക്കെ ചീഫായിട്ട് ഒരാളെ നിയമിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആ ലോ ആൻഡ് ഓർഡറിൻ്റെ ഒരു ചീഫാണ് ആര് ഇവിടെ പറയുന്ന ഈ ദൈവാലയത്തിലെ പടനായകൻ എന്ന് പറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ അധികാര സ്ഥാനത്തുള്ള എല്ലാവരും കൂടെ ചേർന്ന്, പുരോഹിതന്മാരുണ്ട്, ദൈവാലയത്തിലെ പടനായകനുണ്ട്, പിന്നെ സദൂക്യരുണ്ട്. ഇവരെല്ലാം അന്നത്തെ സുപ്രീം കൗൺസിലായ സന്നഹദ്രീൻ സംഘം എന്ന് പറയുന്ന യഹൂദന്മാരുടെ പരമോന്നത കൗൺസിലായിരിക്കുന്ന സന്നഹദ്രീൻ സംഘത്തിൻ്റെ അംഗങ്ങളാണ്. 70 അല്ലെങ്കിൽ 71 പേർ അംഗങ്ങളായിരിക്കുന്ന അവരുടെ സുപ്രീം കൗൺസിലാണ്. ഈ കൗൺസിലാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ ആ കൗൺസിലിലെ അംഗങ്ങളായ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അവർ ഈ പത്രോസിനെയും യോഹന്നാനെയും അപ്പോസ്തലന്മാരെ അതേ വിസ്തരിക്കുവാനായിട്ട് അവരെ പിടിച്ചു. അവർ ജനത്തെ ഉപദേശിക്കാലും, രണ്ടാം വാക്യം, അവർ ജനത്തെ ഉപദേശിക്കാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും നീരസപ്പെട്ടു. അവിടെ വളരെ വ്യക്തമാണ്, സദൂക്യരാണ് ആ കാര്യത്തിൽ വളരെ നീരസപ്പെട്ടത്. എന്തുകൊണ്ടെന്നാൽ യേശുവിന്റെ ദൃഷ്ടാന്തം സൂചിപ്പിച്ചുകൊണ്ട് അവരെന്ത് പറയുന്നു? മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ അവർ അറിയിക്കുന്നു. മരിച്ചവർക്കൊരു പുനരുത്ഥാനമുണ്ട്, യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചതാണ് അവർക്ക് ഏറ്റവും വിരോധമായത്. അങ്ങനെ അവർ നീരസപ്പെട്ടു. അവരെ പിടിച്ച് വൈകുന്നേരമാകൊണ്ട്, എന്ന് പറഞ്ഞാൽ അന്ന് രാത്രിയിൽ അവർക്ക് ആ സുപ്രീം കൗൺസിൽ കൂടുവാനുള്ള സാവകാശമില്ലാതുകൊണ്ട് ഒത്തിരി വൈകിപ്പോയതുകൊണ്ട് അന്ന് രാത്രി മുഴുവനും അവരെ എന്ത് ചെയ്തു? പിറ്റേന്നാൾ വരെ അവരെ അതേ തടവിലാക്കി. ഒരു രാത്രി മുഴുവനും അവരെ തടവിലാക്കി. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 3-ാം വാക്യം വായിച്ച് നിർത്തിയിട്ട് അവരെ പിടിച്ചു വൈകുന്നേരം ആകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യം ആരംഭിക്കുന്നത് എന്താണ്? എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന ദൈവഭൃത്യന്മാരെ, അപ്പോസ്തലന്മാരെ അവർ പിടിച്ച് തടവിലാക്കിയെങ്കിലും ലൂക്കോസ് ഈ ചരിത്രം അങ്ങോട്ട് എഴുതുമ്പോൾ അതിൻ്റെ ആ മനോഹാരിത നിങ്ങൾ നോക്കിയേ. ദൈവത്തിൻ്റെ ദാസന്മാരെ, അപ്പോസ്തലന്മാരെ തടവിലാക്കിയെങ്കിലും പെട്ടെന്ന് ലൂക്കോസ് പറയുകയാണ്, എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്തു? അത് കേട്ടവരിൽ പലരും അത് വിശ്വാസമായി വ്യാപരിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ. നമുക്കതെന്ന് എന്താണ് അതെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? അതിൻ്റെ ആ 2 വാക്യങ്ങളുടെ ഇടയിൽ നമുക്ക് എഴുതാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു സത്യമുണ്ട്. ദൈവത്തിൻ്റെ ദാസന്മാരെ പിടിച്ച് തടവിലാക്കിയെങ്കിലും ദൈവവചനത്തെയോ സുവിശേഷത്തെയോ ബന്ധിക്കാൻ അവർക്ക് സാധ്യമല്ല എന്നുള്ളൊരു സത്യം. എന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത വാക്യം, വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളം ആയി എന്ന് പറഞ്ഞാൽ എന്താ നമ്മളത് മനസ്സിലാക്കണ്ടേ? എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും എണ്ണം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലേ? പുരുഷന്മാരുടെ എണ്ണം തന്നെ എന്ന് പറഞ്ഞാൽ ഈ കൗണ്ടിൽ ആര് വന്നിട്ടില്ല? സ്ത്രീകളെയും കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഒരു പക്ഷേ എഴുത്തുകാരൻ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തന്നെ അതേ പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. അപ്പോൾ ഒരു പക്ഷേ അതിലൊക്കെ ഇരട്ടി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കൂട്ടിയാൽ അപ്പോൾ തന്നെ ഈ ദൈവവചനത്തിന് അധീനരായി മാറി എന്നുള്ള ഒരു സത്യം കൂടെ അതിന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നുണ്ട്. പിറ്റേ ദിവസം ഈ ദൈവത്തിൻ്റെ ദാസന്മാർ കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. ഒരു രാത്രി മുഴുവൻ അവരെ കിടന്നു. പിറ്റേന്നാൾ നമ്മൾ വായിക്കുന്ന 5-ാം വാക്യത്തിലേക്ക് വരാം. പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരൂശലേമിൽ ഒന്നിച്ചുകൂടി മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു. അടുത്ത പിറ്റേ ദിവസം രാവിലെ സന്നഹദ്രീൻ സംഘം കൂടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, യഹൂദന്മാരുടെ സുപ്രീം കൗൺസിലാണ് സന്നഹദ്രീൻ സംഘം. 71 പേരടങ്ങുന്ന വലിയ ഗ്രൂപ്പാണ്. അതിൽ അവരുടെ പ്രമാണികളുണ്ട്, മൂപ്പന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്. ചിലരുടെ പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആരുടെയൊക്കെയാണ്? യെരൂശലേമിൽ അവർ ഒന്നിച്ചുകൂടി. യെരൂശലേമിലാണ് അവർ ഒന്നിച്ചത് കൂടുന്നത്. 6-ാം വാക്യത്തിൽ എടുത്തു പറയുന്നു അതിൻ്റെ അധ്യക്ഷനാരാണ്? മഹാപുരോഹിതൻ തന്നെയാണ്.
അതാരാണ്? മഹാപുരോഹിതനായ ഹന്നാവ്, കയ്യഫാവ്. എന്നാൽ യോഹന്നാൻ, അലക്സാണ്ടറിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരണങ്ങൾ അവിടെ ഇല്ല. എന്നാൽ ഹന്നാവിനെയും കയ്യഫാവിനെയും കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ നമ്മളത് കാണുന്നുണ്ട്. യോഹന്നാനെ കുറിച്ച് പറയുന്നു, അലക്സാണ്ടറിനെ കുറിച്ച് പറയുന്നു. മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ പ്രീസ്ലി ഫാമിലിയിൽപ്പെട്ട മറ്റു ചിലരും വന്നുണ്ടായിരുന്നു. സാധാരണ ഒരു സെമി സർക്കിളിൽ ഇങ്ങനെ ഇരുന്നിട്ടാണ് അവരുടെ മുമ്പിൽ വിസ്തരിക്കാൻ ആളുകളെ കൊണ്ടുവന്ന് അവിടെ നിർത്തും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹന്നാവും കയ്യഫാവും യേശുവിനെ വിസ്തരിച്ചവരിൽ ഉണ്ടായിരുന്ന ആളുകളാണ്, അല്ലേ? ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നത് നോക്കിയേ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ നോക്കിയേ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് ഇവരുടെ പേരുകൾ കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാൽ, ലൂക്കോസ് 3-ാം അധ്യായം 2-ാം വാക്യം വായിച്ചേ. മതി, ഈ യോഹന്നാന്റെ സുവിശേഷം വായിച്ചേ. അപ്പോൾ അന്നാവും കയ്യഫാവും ഇവർ തമ്മിൽ ബന്ധുക്കളായിരുന്നു എന്ന് നമുക്കറിയാം. അന്നാവിന്റെ മരുമകനായിരുന്നു കയ്യഫാവ് എന്ന് യോഹന്നാന്റെ സുവിശേഷം 18:12 മുതൽ താഴോട്ട് വായിച്ചോട്ടെ. പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരും ചേകവരും യേശുവിനെ പിടിച്ചുകെട്ടി ഒന്നാമത് ഹന്നാവിന്റെ അടുക്കലും അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അമ്മായിപ്പനായിരുന്നു. അപ്പോൾ ഹന്നാമെന്ന് പറയുന്ന ആ മഹാപുരോഹിതന്റെ മരുമകനായിരുന്നു ആരെ? കയ്യഫാവ്, അല്ലേ? ഞാൻ തിരിച്ചാ പറഞ്ഞതേ ഉള്ളൂ, അല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ വായിച്ചേ. ഒന്നാമത് ഹന്നാവിന്റെ അടുക്കൽ കൊണ്ടുപോയി അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അമ്മായിപ്പനായിരുന്നു. കയ്യഫാവിന്റെ അമ്മായിപ്പനായിരുന്നു. അമ്മായിപ്പനാരാണ്? ഹന്നാവാണ്. അപ്പോൾ ഇവർ തമ്മിൽ ബന്ധുക്കളാണ്. അപ്പൊ ഇവർ രണ്ടുപേരും യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവർ രണ്ടുപേരും യേശുവിനെ വിസ്തരിച്ചവരുടെ കൂട്ടത്തിലുള്ളവരാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുവിനെ വിസ്തരിച്ച അതേ ഒരു വിസ്താര സഭയുടെ മുമ്പിലാണ് ഇപ്പോൾ ആര് നിൽക്കുന്നത്? കർത്താവിന്റെ അപ്പോസ്തലന്മാർ നിൽക്കുന്നത്. ഒരുപക്ഷെ പത്രോസിന്റെയോ യോഹന്നാന്റെയോ ഒക്കെ മനസ്സിൽ കൂടെ അത് കടന്നുപോയി കാണും. ദൈവമേ, കർത്താവെ, നിന്നെ വിസ്തരിച്ചവരുടെ മുമ്പിൽ ഞങ്ങളിതാ നിൽക്കുന്നു. ഞങ്ങൾക്കും ഒരു പക്ഷേ അടുത്ത നിമിഷം കിട്ടാൻ പോകുന്നത് മരണവിധിയായിരിക്കില്ലേ? കാരണം ഞങ്ങളുടെ ഗുരുവിനോട് കാണിച്ചത് ഒരു ദാക്ഷിണ്യമില്ലാതെ അവരെന്ത് ചെയ്തു? ബറാബാസിനെ വിട്ടുകൊടുത്തിട്ട് യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ച അതേ ന്യായവിസ്താരത്തിന് മുമ്പിൽ അവർ നിൽക്കുകയാണ്. ഒന്നും പ്രതീക്ഷിക്കാനില്ല. ഈ കോടതിയുടെ മുമ്പിൽ ഒന്നും നീതി അവർക്ക് പ്രതീക്ഷിക്കാനില്ല. പക്ഷെ അവിടെയാണ് അവരങ്ങനെ നിൽക്കുകയാണ്. അവരിങ്ങനെ ഈ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. താഴോട്ട് നമുക്ക് വായിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, ഒന്നാമത്തെ ചോദ്യമാണ് നമ്മളിവിടെ കണ്ടത്. കയ്യഫാവും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇവരവരെ നടുവിൽ നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവർ. ഈ 8-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ പത്രോസിനോട് ചോദിച്ച ആ ചോദ്യം, നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, കർത്താവിനെ ഇവർ ചോദ്യം ചെയ്യുമ്പോഴെല്ലാം എടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ടായിരുന്നു. എന്ത് അധികാരം കൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് യേശുവിനോട് ചോദിച്ച ചോദ്യം നമ്മൾ കാണുന്നുണ്ട്. എന്ത് അധികാരം കൊണ്ട് നീ ഇത് ചെയ്യും? അപ്പൊ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാതിരുന്നൊരു കാര്യം, എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ അതോറിറ്റി ലഭിച്ചത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന് സാധിക്കുന്നതെന്നുള്ളൊരു ചോദ്യം യേശുവിനോട് ചോദിച്ച അതേ സാഹചര്യം തന്നെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 8-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ പത്രോസ് അതിന് കൊടുക്കുന്ന മറുപടിയാണ്. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തോന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനും. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് വന്നാൽ നമുക്ക് ഇതിന്റെ ഒരു താരതമ്യം മനസ്സിലാക്കുവാൻ, കർത്താവിനെ വിസ്തരിച്ച ആ സന്ദർഭങ്ങൾ വിശദമായി നോക്കുന്നില്ലെങ്കിൽ 1-2 വാക്യങ്ങൾ നോക്കിയേ. ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് 20-ന്റെ 1-2 വാക്യം. ആ ദിവസങ്ങളിൽ ഒന്നിൽ അവൻ ദൈവാലയത്തിൽ ജനത്തോട് ഉപദേശിച്ച് സുവിശേഷം അറിയിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അടുത്തു വന്ന് അവനോട് ചോദിച്ചൊരു ചോദ്യമാണ്, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആര്? നോക്കിയേ. അപ്പൊ ഈ ചോദ്യമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഈ സംഗീതരീ സംഘം കൂടി അപ്പോസ്തലന്മാരോടും ചോദിക്കുന്ന ചോദ്യം എന്താണ്?
നിങ്ങൾ ഏത് നാമത്തിൽ, ഏത് ശക്തി കൊണ്ടോ, ഏത് നാമത്തിലോ നിങ്ങളിത് ചെയ്തു. ഇതാണ് അവർക്കറിയേണ്ടത്. അപ്പൊ കർത്താവിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ അപ്പോസ്തലന്മാർ ഇവിടെ നേരിടുകയാണ്. എന്നാൽ നമ്മളിവിടെ വായിച്ചു, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. കർത്താവ് അവർക്ക് കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്. നിങ്ങളെ അധികാരികളുടെ മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോൾ ആ ലൂക്കോസിന്റെ വിഷയം 21-ാം അധ്യായത്തിലാണ്. അതിന്റെ 12 മുതൽ ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസ് 21:12 മുതൽ കർത്താവ് ഇതിനു മുമ്പേ അവർ കൊടുത്തൊരു പ്രോമിസ് ഉണ്ടായിരുന്നു. 21:12 മുതൽ. എന്റെ നാമം നിമിത്തം അവർ നിങ്ങളുടെ കർത്താവ് ഇതിനു മുമ്പേ അവരോട് അത് പറഞ്ഞിരുന്നു. എന്നിട്ട് നിങ്ങളെ ഉപദ്രവിക്കും, രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പിൽ കൊണ്ടുപോയി നിങ്ങളെ ഉപദ്രവിക്കുകയും അത് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ തരമാകും. നിങ്ങൾക്കത് എന്നെ സാക്ഷിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. നിങ്ങളെ അവരുടെ മുമ്പിൽ കൊണ്ടുപോകും. ഇതെല്ലാം കർത്താവരോട് പറയുകയാണ്. എന്നിട്ട് ആകയാൽ പ്രതിവാദിപ്പാൻ. ഇത് ദൈവം അവർക്ക് കൊടുത്തൊരു പ്രോമിസാണ്. നമ്മുടെ കർത്താവ് തന്റെ ദാസന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക് കൊടുത്തൊരു വാഗ്ദത്തമാണ്. ആകയാൽ പ്രതിവാദിപ്പാൻ മുമ്പ് കൂട്ടി വിചാരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനസ്സിൽ ഉറച്ചുകൊള്ളുവീൻ. അടുത്ത വാക്യം. നിങ്ങളുടെ എതിരികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിര് പറവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. ദൈവത്തിന് സ്തോത്രം. നോക്കുക, കർത്താവ് എത്ര സ്പഷ്ടമായിട്ട് അവരോട്, കർത്താവിന് അറിയാമായിരുന്നു ഇതേ അനുഭവത്തിൽ കൂടെ തന്നെ പിൻപറ്റുന്ന തന്റെ ദാസന്മാർക്ക് ഇതുണ്ടാകും. നാളെ ഇവർ അധികാരികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്ത് പ്രതിവാദിക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങളുടെ എതിരികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിര് പറവാനോ കഴിയാത്ത വാക്ക് ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. ഇത് കർത്താവിന്റെ ഒരു പ്രോമിസ് ആയിരുന്നു. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ അതുകൊണ്ടാണ് നമ്മളോട് വായിക്കുന്നത്, പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്ത് ചെയ്യുന്നു? അവരോട് പറഞ്ഞത് ചുരുക്കം ചില വാക്യങ്ങളാണ്. 12 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് തിരിച്ചവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് നമ്മൾ വായിക്കുന്നത്. പത്രോസ് പറയുകയാണ്, ജനത്തിന്റെ പ്രമാണികളും ഈ ബലഹീന മനുഷ്യന് ഉണ്ടായ ഉപദ്രവം ഉപകാര നിമിത്തം പത്രോസ് പറഞ്ഞതിന് സാരം ഇതാണ്, ഞങ്ങള് ഈ ഒരു ബലഹീന മനുഷ്യനൊരു ഉപകാരം ചെയ്തു, അല്ലെങ്കിൽ ഈ മനുഷ്യനൊരു ഉപകാരം ഉണ്ടായി. അവൻ നടക്കാത്ത മനുഷ്യനായിരുന്നു. അമ്മയുടെ ഗർഭം മുതൽ നടക്കാതിരുന്ന 40 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അവന് സൗഖ്യം വന്നു, അവനൊരു ഉപകാരം ഉണ്ടായതല്ലേ. ഇത് കണ്ടിട്ട് നിങ്ങൾ ഞങ്ങളെ വിസ്തരിക്കാൻ വരുവാണോ? വളരെ എളിമയോട് ചോദിക്കുകയാണ്. ഇതാണോ വിസ്തരിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചിട്ട് പത്രോസ് പറയാണ്, അങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളെ വിസ്തരിക്കുന്നെങ്കിൽ ഇതാണ് അതിന്റെ വാസ്തവം. കേട്ടുകൊള്ളുക. എന്താണ് അതിന്റെ വാസ്തവം? വായിക്കാം. നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരുടെ, ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും അവരെ പ്രകോപിപ്പിച്ചൊരു വാചകം. ഇതാണ്, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം ഉയർപ്പിച്ചവനുമായ. ഇതിപ്പോൾ നമ്മൾ ഈ ലൂക്കോസിന്റെ വിഷയം പഠിക്കുന്ന മകരം, ഇത് പത്രോസിന്റെ ഈ പ്രസംഗത്തിൽ തന്നെ ഇത് 3-ാം പ്രാവശ്യം ഇത് പറയും. നോക്കിയേ, 2-ാം അധ്യായത്തിൽ നോക്കിയേ, 2-ാം അധ്യായത്തിൽ നമ്മൾ ഇതേ വേർഡ് കണ്ടു. നിങ്ങൾ ക്രൂശിച്ചവൻ. 2:23-24 വാക്യം നോക്കിയാട്ടെ. പുരുഷനായ നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. നിങ്ങൾ കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ച് അവനെ മതി. നിങ്ങൾ കൊന്നു, ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. 23-24 വാക്യത്തിലുണ്ട്. 3:15 വായിച്ച് 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ അതെ, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അവനെ അതിന്റെ 14 ചേർത്ത് വായിക്കുമ്പോൾ, നിങ്ങൾ എന്ത് ചെയ്തു? പരിശുദ്ധനും നീതിമാനായവനെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ തള്ളിപ്പറഞ്ഞു. കൊലപാതകനായവനെ വിട്ടുതരണേമെന്ന് ചോദിച്ചു. ജീവനായകനെ എന്ത് ചെയ്ത് കളഞ്ഞു? ജീവദായകൻ. നമ്മളത് അന്ന് അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കും, ദോതർ ഓഫ് ലൈഫ്, ജീവന്റെ ദായകനായവനെ നിങ്ങൾ കൊന്നുകളഞ്ഞു, എന്നാൽ ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചു. അപ്പോൾ പത്രോസിന്റെ പ്രസംഗത്തിൽ തന്നെ ഇത് 3-ാം പ്രാവശ്യമാണ്, നിങ്ങൾ ക്രൂശിച്ചവനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അത് പത്രോസിന്റെ. അപ്പൊ കർത്താവിനെ കുറിച്ച് നോക്കുക. അപ്പൊ ഈ ഒരു മനുഷ്യന് വന്ന ഉപകാരം അതവനൊരു സൗഖ്യമായിരുന്നു. നമുക്കറിയാം, നടക്കാതിരുന്നൊരു മനുഷ്യൻ, ഗർഭം മുതൽ നടക്കാതിരുന്നൊരു മനുഷ്യൻ 40-ാം വയസ്സിൽ ആദ്യമായിട്ട് നടന്നും തുള്ളിയും അവരോട് ഒരുമിച്ച് എഴുന്നേറ്റ് ദൈവാലയത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ്. അതിനെ തുടർന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം ഈ ഉപകാരത്തെക്കുറിച്ച് അവരോട്
പറയുവാൻ ഒരു അവസരം കിട്ടിയപ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായവരോട് പറയാണ്, നിങ്ങൾ ക്രൂശിച്ചവനും. എന്നിട്ട് താഴോട്ട് വായിക്കാൻ രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണ്? ദൈവം ഉയർപ്പിച്ചവനുമായ നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി. അപ്പോൾ ഇവന് സൗഖ്യം വരാൻ കാരണം ആരാണ്? നസറേയനായ യേശുവാണ്. യേശുവിന്റെ നാമത്തിലാണ് ഇവൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ സൗഖ്യം ലഭിച്ചിരിക്കുന്നത്. നടക്കാതിരുന്നൊരു മനുഷ്യൻ അത്ഭുതകരമായൊരു സൗഖ്യം കർത്താവ് കൊടുത്തു. അവൻ സൗഖ്യം പ്രാപിച്ചു. ആ സൗഖ്യത്തെക്കുറിച്ച് പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ എന്തായി? സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേലിനെയൊക്കെയും അറിഞ്ഞുകൊള്ളുവീൻ. യേശു ക്രിസ്തുവാണ് ഇവനെ സൗഖ്യമാക്കിയത്. യേശു ക്രിസ്തുവിന്റെ നാമമാണ് ഇവന് സൗഖ്യം നൽകിയത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. ഉടനെ അടുത്ത വാക്യം, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. രണ്ടാമത് യേശുവിനെ കുറിച്ച് പറയുന്നൊരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇത് ഒരു പ്രസംഗവേദിയൊന്നുമല്ല. രാത്രിയിലത്തെ ഈ വേദിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഈ പത്രോസിനെ നിർത്തിയേക്കുന്ന വേദി എന്തല്ല? പ്രസംഗവേദിയല്ല, കുറ്റവിചാരണ ചെയ്യുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ വാസ്തവത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, യേശുവിനെ വിസ്തരിക്കുന്ന അതേ ആളുകൾ അതേ സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അവരുടെ മനസ്സിലൂടെല്ലാം അടുത്ത നിമിഷം മരണത്തെ മുഖാമുഖം കാണുകയാണ്. അവർ തങ്ങളുടെ അരുമനാഥനെ വിസ്തരിച്ച് ക്രൂശിച്ചവരുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരുടെ മനസ്സിലൂടെ എന്തായിരിക്കാമെന്ന് അന്നേരം കടന്നു പോകുന്ന നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അവിടെ വാസ്തവത്തിലൊരു പ്രസംഗവേദിയൊന്നുമല്ല. ഒരു പക്ഷേ തങ്ങളെ തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ട ഏറ്റവും പറ്റിയൊരു സാഹചര്യമാണത്. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഞങ്ങൾ തെറ്റൊന്നും ചെയ്തില്ല, ഇങ്ങനെ യേശുവിനെ കുറിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭാഷ പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രക്ഷപ്പെടേണ്ട ഒരു വേദിയാണ്. പക്ഷെ അവിടെയാ ശ്രദ്ധിക്കേണ്ടത്. പത്രോസ് പറയാണ്, നിങ്ങൾക്കൊന്നും. അവിടെ യേശുവിനെ ഉയർത്തുകയാണ്. ആര്? പത്രോസ്. പ്രൈസ് ലോർഡ്. നോക്കുക, അപ്പോൾ അവിടുത്തെ തങ്ങളെ വിസ്തരിക്കുന്നതോ തങ്ങളുടെ മരണമോ ഒന്നുമല്ല. ഈ മനുഷ്യനുണ്ടായ സൗഖ്യത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുവിന്റെ നാമം മഹത്വപ്പെടണമെന്ന് മാത്രമാണ് ദൈവത്തിന്റെ ദാസന്മാരുടെ ചിന്ത. അവരുടെ ഡിഫൻസ് അല്ല ഇവിടെ. അതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു കുറ്റവിചാരണ നടക്കുന്ന വേദിയിലും നിങ്ങൾ കൊന്നവനായ, നിങ്ങൾ ക്രൂശിച്ചവനെ ദൈവം ഉയർപ്പിച്ചു എന്ന് പറയുക മാത്രമല്ല, അവന്റെ നാമത്തിലാണ് ഈ സൗഖ്യം ഉണ്ടായത് നിങ്ങൾ അറിഞ്ഞുകൊള്ളാനെന്ന് അവരോട് പറയുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വ്യക്തമാണ്, ദൈവത്തിന്റെ ദാസന്മാർ, അവരെ സംബന്ധിച്ച് അവരുടെ ജീവനോ അവരുടെ മഹിമയോ ഒന്നുമല്ല, അവരുടെ രക്ഷപ്പെടലോ ഒന്നുമല്ല അവരുടെ വിഷയം. തങ്ങൾ പിൻപറ്റുന്ന അരുമനാഥന്റെ നാമത്തെ അവരുടെ മധ്യ ഉയർത്തുക എന്നുള്ളതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് അവര് കർത്താവിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവനാണ്. നമുക്ക് 118-ാം സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല്, വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല്. അവനാരായി മാറി? മൂലക്കല്ലായി മാറി. അപ്പൊ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, യേശുവിനെ അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു, അതിനുള്ളൊരു വേദിയൊന്നുമല്ല. എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടേണ്ടതിന് പകരം അവർക്ക് തങ്ങളുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തെക്കാൾ ഉപരി കർത്താവിന്റെ നാമം അവരുടെ മുമ്പിൽ ഉയർത്തുക എന്നുള്ളതായിരുന്നു. യേശുവിനെ സാക്ഷിക്കുക എന്നുള്ളതായിരുന്നു. നാളെ ഞങ്ങൾക്ക് മരണമായിക്കൊള്ളട്ടെ, പക്ഷേ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കത് എന്റെ നാമത്തെ സാക്ഷിക്കാനുള്ളൊരു വേദിയായി തീരുമെന്നോർത്ത് അവർ കർത്താവിനെ അവരുടെ മുമ്പിൽ ഉയർത്തുകയാണ്. അവർ പറയുകയാണ്, ഒന്ന്, നിങ്ങൾ ക്രൂശിച്ചവനെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശുവിന്റെ ഉയർപ്പിനെ വീണ്ടും അവിടെ അവർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അവിടെ ശ്രദ്ധേയമായൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് കേട്ടിരിക്കുന്നവർ സദൂക്യരുണ്ട്. അവർക്ക് ഏറ്റവും വെറുപ്പാണ് മരിച്ചവരെന്നുള്ള ഉയർപ്പില്ലെന്ന് വിശ്വസിക്കുന്ന കൂട്ടരാണ് സദൂക്യർ. അവർക്ക് ഏറ്റവും വെറുപ്പുള്ളൊരു കാര്യം അത് തന്നെ അവരുടെ മുമ്പിൽ പറയുകയാണ്. അപ്പൊ രക്ഷപ്പെടുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നെങ്കിൽ അവരതൊന്നും പറയേണ്ട കാര്യമില്ല. എന്നാൽ അവര് അത് തന്നെ, നിങ്ങൾ ക്രൂശിച്ചവനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. രണ്ട്, നിങ്ങൾ തള്ളിക്കളഞ്ഞവനെ ദൈവം മൂലക്കല്ലാക്കി വെച്ചു. ഈ രണ്ട് കാര്യങ്ങളാണ് യേശുവിനെ കുറിച്ച് പത്രോസ് തൻ്റെ ചുരുങ്ങിയ പ്രസംഗത്തിൽ, വാസ്തവത്തിൽ പത്രോസിന്റെ മൂന്നാമത്തെ പ്രസംഗമായിട്ടാണ് നമ്മൾ ഇതിനെ പഠിക്കാറുള്ളതെങ്കിലും ഇതൊരു ഡിഫൻസാണ്, അല്ലെങ്കിൽ അധികാരികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പത്രോസ് പറയുന്ന കാര്യമാണ് നമ്മളിവിടെ ചിന്തിക്കുക. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന്, നിങ്ങൾ കൊന്നവനെ, നിങ്ങൾ ക്രൂശിച്ചവനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. രണ്ടാമതായി പറയുന്നത്, നിങ്ങൾ യേശുവിനെ തള്ളിക്കളഞ്ഞു, പക്ഷേ ദൈവം അവനെ ഉന്നതമായൊരു സ്ഥാനത്തേക്ക്
ദൈവം അവനെ എന്ത് ചെയ്തു? അധികാരിയാക്കി വെക്കുന്നു. മൂലക്കല്ലെന്നുള്ള അർത്ഥമെന്ന് പറയുന്നത് കോർണർ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ആ അധികാരത്തെയും ദൈവം ആ ഉയർപ്പിച്ച അല്ലെങ്കിൽ ദൈവം അവന് കൊടുത്ത പദവിയെയൊക്കെ കാണിക്കുന്ന ഒരു പ്രധാന പദമാണ് മൂലക്കല്ലെന്ന് പറയും. നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. നിങ്ങൾ ജീവനില്ലാത്ത കല്ലുകളായി നിങ്ങൾ കിടന്നിരുന്നു, പക്ഷെ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ അവനോടുകൂടെ ദൈവത്തിന് സൗരഭ്യ വാസനയാകുന്ന യാഗം കഴിപ്പാൻ തക്കോണം ആത്മീയ ഗൃഹമായി നിങ്ങളെ അവൻ പണിതു വരുന്നു എന്നവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ജീവനുള്ള കല്ലാരാണ്? ക്രിസ്തുവാണ്. അവൻ മൂലക്കല്ലാണ്. നമ്മളൊക്കെ അവിടെ ഇവിടെ കിടന്ന ചെറിയ പാറക്കഷങ്ങളാണ്, ജീവനില്ലാതെ കിടന്നവരാണ്. എന്നാൽ നമ്മളെ ആ ക്രിസ്തുവാകുന്ന പാറമേൽ ആ പാറയോട് നമ്മൾ അടുത്തി എന്നപ്പോൾ ആ കർത്താവിൽ നമ്മിലേക്ക് വ്യാപരിച്ചപ്പോൾ നമ്മൾ ആരായി മാറി? ദൈവഗൃഹത്തിന്റെ ഭാഗമായി മാറി. അപ്പോൾ ഇവിടെ പറയുന്നു യേശു മൂലക്കല്ലായി മാറി എന്ന് പറയുമ്പോൾ ആ സ്ഥാനത്തെയും പിതാവായി ദൈവം അവന് നൽകിയ അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും ബോധ്യപ്പെടുത്തുന്നത് യേശുവിനെ ആ ചുരുക്കം വാചകങ്ങളിൽ കർത്താവിനെ ആ സമൂഹത്തിന് മുമ്പിൽ പത്രോസും ദൈവത്തിന്റെ ദാസന്മാർ ഉയർത്തുവാനിടയായി. ഇത് പറഞ്ഞിട്ടാണ് അടുത്ത വാക്യം വായിക്കാം. വളരെ പ്രാധാന്യമുള്ളൊരു വാക്യം, നമ്മൾ സുവിശേഷത്തിൽ വളരെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എന്നും ഉറക്കെ പറയുവാൻ നമുക്ക് ദൈവം കൃപ ചെയ്യുന്നൊരു വാക്യമാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ആ ഡിഫൻസിൽ നിന്നുകൊണ്ടാണ് ഇത് പത്രോസ് പറയുന്ന സാഹചര്യം ഓർക്കണം. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? രണ്ട് കാര്യം പറഞ്ഞിട്ടാണ്. യേശുവിനെ നിങ്ങൾ ക്രൂശിച്ചു, നിങ്ങൾ കൊന്നവനെ ദൈവം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. രണ്ട്, മൂലക്കല്ലായി മാറിയ ക്രിസ്തു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. വാസ്തവത്തില് ഇവര് ചോദിച്ച ചോദ്യം എന്താ? ഇവര് ചോദിച്ച ചോദ്യം എന്താണ് വാസ്തവത്തിൽ? വായിച്ചേ. ഇവര് ഏത് നാമത്തിൽ, ഏത് ശക്തി കൊണ്ടോ, ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തത്? ഏത് ചെയ്തത്? സൗഖ്യത്തെ കുറിച്ചാണ് തുടങ്ങിയത്. അത് പറയാനാണ് ഞാൻ ആ വാക്യം വായിച്ചേ. ഒരു സൗഖ്യം വന്നതിനെ കുറിച്ച് തുടങ്ങുകയാണ്. സ്റ്റാർട്ടിങ് എവിടെ മനസ്സിലാക്കണേ. ഒരു മനുഷ്യനൊരു സൗഖ്യം കിട്ടി, പക്ഷേ പത്രോസ് പറഞ്ഞ് അവസാനിപ്പിച്ച് എവിടാന്നറിയാമോ? രക്ഷയിൽ അവസാനിപ്പിച്ചു. മനസ്സിലാവുന്നുണ്ടോ? എത്ര പെട്ടെന്നാണ് സൗഖ്യത്തിൽ നിന്ന് രക്ഷയിലേക്ക് പത്രോസിന്റെ സന്ദേശത്തെ മാറ്റുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഒരു മനുഷ്യനുണ്ടായ സൗഖ്യം അത് വേഗം യേശുക്രിസ്തുവിലൂടെ ഉണ്ടാകുന്ന രക്ഷയെക്കുറിച്ച് പറയാനുള്ളൊരു മുഖാന്തരമാക്കി പത്രോസ് അവിടെ മാറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ കാലത്തും സുവിശേഷം ഇങ്ങനെ തന്നെയാണ്. ദൈവം രോഗികളെ സൗഖ്യമാക്കത്തില്ലെന്ന് നമ്മൾ പറയുന്നില്ല. ദൈവം രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ലഭിച്ച ആ സൗഖ്യമെന്ന് പറയുന്നത് വാസ്തവത്തിൽ യേശു മുഖാന്തരം ലഭിക്കുന്ന നിത്യജീവന്റെ ഒരു വലിയ, സകല മനുഷ്യർക്ക് ലഭിക്കാൻ പോകുന്ന ദൈവിക സൗഖ്യത്തിന്റെ ഒരു വലിയ ചിത്രമാണ് അവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ കേവലം അവന്റെ ശാരീരിക സൗഖ്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല യേശുവിലൂടെയുള്ള സൗഖ്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. വളരെ വേഗം നിങ്ങൾ ഒരു ചേഞ്ച് നിങ്ങൾക്കതിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഒരു സൗഖ്യത്തെക്കുറിച്ച് ചോദിച്ചു വരുമ്പോൾ പെട്ടെന്ന് തന്നെ പത്രോസ് 12-ാം വാക്യത്തിൽ വരുമ്പോൾ ശക്തിയുക്തം പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. സൗഖ്യമില്ലെന്നല്ല, രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ. അപ്പൊ ഞാൻ പറഞ്ഞത്, പത്രോസ് വേഗം ആ സൗഖ്യത്തിൽ നിന്ന് രക്ഷയിലേക്ക് കടക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത്, കർത്താവ് ഇന്നും സൗഖ്യദായകനാണ്. രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ആവശ്യത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, ആ സൗഖ്യത്തിൽ നിന്ന്, ആ ദൈവീ അനുഗ്രഹത്തിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരു മനുഷ്യൻ വരുന്നതാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവം നമ്മുടെ ഈ ലോക ജീവിത യാത്രയിൽ ദൈവം നമുക്ക് സൗഖ്യദായകനാണ്, നമ്മെ സഹായിക്കുന്നവനാണ്.
ദൈവം എല്ലാ നിലയിലും തന്റെ ജനത്തിനു വേണ്ടി കരുതുന്ന ദൈവമാണ്. എന്നാൽ എപ്പോഴും നമ്മൾ ഓർക്കണം, അതിനപ്പുറത്തായി ആ സൗഖ്യം, ആ ദൈവീയ അനുഗ്രഹങ്ങൾ നമ്മെ കർത്താവിലേക്ക് ഒരുപടിയോട് അടുപ്പിക്കുന്നതായിരിക്കണം, നിത്യജീവനിലേക്ക് നമ്മെ നടത്തുന്നതായിരിക്കണം. ഇവിടെ നോക്കുക, ആ സൗഖ്യം വേഗം രക്ഷയിലേക്ക് പത്രോസ് അതെ തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. വളരെ ശക്തിയുക്തം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. നോക്കുക, ഇത് സൻഹദ്രീൻ സംഘത്തിന്റെ വിസ്താരവേളയിൽ നിന്നുകൊണ്ട് പറയുന്നൊരു വാചകമാണ്. നമുക്കൊരു പക്ഷേ ഇന്നിത് പരസ്യമായി പറയാൻ ഒരുപക്ഷെ അങ്ങനെയുള്ള വിസ്താരവേളയിൽ അല്ലെങ്കിൽ പോലും നമ്മുടെ സാധാരണ കൺവെൻഷൻ യോഗങ്ങളിൽ, പരസ്യയോഗങ്ങളിലൊക്കെ നാം ശക്തമായി വിളിച്ചു പറയുന്നു. എന്നാൽ ഓർക്കുക, ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അന്നത്തെ സുപ്രീം കൗൺസിലാകുന്ന, അടുത്ത നിമിഷം അവരെ അതെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ അധികാരമുള്ള ഒരു കൗൺസിലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവർ ശക്തിയുക്തം പറഞ്ഞതാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല, വേറൊരു നാമമില്ല, യേശു അല്ലാതൊരു നാമമില്ല എന്ന് അവർ സധൈര്യം കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്ന ഒരു വേദഭാഗമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. നമ്മളങ്ങനെ വായിച്ച് താഴോട്ട് വരുമ്പോൾ ഇത് പറഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ, ആ സൗഖ്യത്തിൽ നിന്ന് തുടങ്ങി രക്ഷയിലേക്ക് തൻ്റെ സന്ദേശം അവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വാക്യം ഇവരുടെ പ്രതികരണമാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് കേട്ടുടനെ അടുത്ത വാക്യം, ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോട് കൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് മതി. നമ്മൾ ഈ 12-ാം വാക്യത്തിന്റെ ധാരാളം വിശദീകരണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നും നാം വിശ്വസിക്കുന്നത് കാലം ഒത്തിരി കഴിഞ്ഞു. പല ഗുരുക്കന്മാർ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്. പല മതങ്ങൾ അല്ലെങ്കിൽ പല ഇസങ്ങൾ ലോകത്തിൽ അവിടെവിടങ്ങളായി ഉടലെടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്നും നമ്മുടെ ധൈര്യവും വിശ്വാസവും എന്ന് പറയുന്നത് ദൈവവചനത്തിൽ ഒരിക്കലും മാറ്റമുണ്ടായിട്ടില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല. നമുക്കറിയാം, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം പല മതങ്ങളും പല വിശ്വാസങ്ങളും ഒക്കെ നിറഞ്ഞൊരു ലോകത്തിലാണ്. പ്ലൂറാലിസ്റ്റിക് വേൾഡ് എന്ന് പറയും. അതായത് വ്യത്യസ്ത മതങ്ങളും വിശ്വാസങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണിന്ന് ലോകം. പൊതുവേ ആൾക്കാർ പറയാറുണ്ട്, നമ്മളെല്ലാവരും അതേ മറ്റുള്ളവരെയും കൂടെ ഉൾക്കൊള്ളുന്നവരാകണമെന്ന് പറയാറുണ്ട്. നല്ല ആശയങ്ങളെ നമ്മൾ തള്ളിക്കളയുന്നില്ല, നല്ല ഉപദേശങ്ങളെ നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ രക്ഷ യേശുവിൽ മാത്രമാണ്. അത് നമ്മൾ ഉറക്കെ പറയുന്നവരാണ്. എന്നാൽ സങ്കടമെന്ന് പറയട്ടെ, പലരും അതേ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നവർ പോലും അതിനെ എതിർത്ത് പറയുന്നവരുണ്ട്. പല വഴികൾ അതെല്ലാം കൂടെ ഒരേ ഇടത്ത് ചെല്ലുന്നു എന്നൊക്കെയുള്ള വലിയ ആശയങ്ങളൊക്കെ പറയുന്ന മനുഷ്യരുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ദൈവവചനത്തിന് മാറ്റമില്ല. ഒരുത്തൻ രക്ഷിക്കപ്പെടണമെങ്കിൽ അതിന് കാരണം ഒന്ന് രണ്ട് കാര്യം കൂടെ അവിടെ പറയാം. അതിന് പത്രോസ് ഇവിടെ പറയുന്ന 2 കാരണങ്ങൾ നമ്മൾ ഓർത്താൽ മതി. യേശു രക്ഷിതാവാണെന്ന് പറയാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്, അത് മാത്രം നോക്കിയാൽ മതി. മറ്റേ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി സദ്ഗുരുക്കളുണ്ട്, നല്ല ആൾക്കാരുണ്ട്, ഉപദേശങ്ങൾ മനുഷ്യന് കൊടുക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഗുരുവീസം എന്ന് പറയുന്ന ഗുരുക്കൾ ഏറെയുള്ളൊരു നാടാണ് നമ്മുടെ ഇന്ത്യ. ത്യാഗവര്യന്മാരായിട്ട് ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അവരുടെ പുസ്തകങ്ങൾ, അവരുടെ ഉപദേശങ്ങളൊക്കെ ധാരാളം ആളുകളെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. എന്നാൽ യേശുവാണ് രക്ഷിതാവെന്ന് പറയാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്? അതാ ഞാൻ പറഞ്ഞു. ഞാൻ 2 കാര്യം ഓർത്താൽ മതി. ഒന്ന് നോക്കിയേ, യേശു മാത്രമാണ് രക്ഷിതാവെന്ന് പറയാനുള്ള 2 ക്വാളിഫിക്കേഷൻ. നമ്മൾ വേറെ ഒന്നും ഓർക്കണ്ട. 2 കാര്യമേ പത്രോസ് അവിടെ പറഞ്ഞുള്ളൂ. എന്താണ്? ഒന്ന് പറഞ്ഞേ. ഒന്ന് യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ്. പ്രൈസ് ലോർഡ്. അങ്ങനെ ഒരു സംഭവം ഈ ഉലകത്തിൽ വേറെ സംഭവിച്ചിട്ടില്ല. നമ്മൾ പറയുന്നു യേശു മാത്രമാണ് രക്ഷിതാവെന്ന് പറയാൻ കാരണം അവനാണ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവൻ. അപ്പോൾ നിങ്ങൾ ക്രൂശിച്ചവനെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റവനാണ്. 2 ഞാൻ പറഞ്ഞു, മൂലക്കല്ലെന്നുള്ള ആശയം അതൊന്നുകൂടെ വിശദമാക്കിയാൽ യേശുവിൻ്റെ ഉയർപ്പിനെയും അവൻ്റെ ദൈവം അവനെ നമ്മൾ ഫിലിപ്പിയ ലേഖനോട് ചേർത്ത് വായിക്കുമ്പോൾ അവിടെ മനസ്സിലാകും. 2-ാം അധ്യായത്തിൽ നമ്മൾ കർത്താവിനെ കുറിച്ച് വായിക്കുന്നത് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി എന്ന് പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ആ മഹത്വീകരണത്തെയും ആ അധികാരത്തെയും കാണിക്കുന്ന പദമാണ് അവൻ മൂലക്കല്ലായി മാറി എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഈ 2 പദവികൾ മാത്രം ഓർത്താൽ മതി. അങ്ങനെ ക്വാളിഫിക്കേഷനുള്ള വേറെ ആരും ഞാൻ ഈ പറഞ്ഞവരിലൊന്നും ഉണ്ടായിട്ടില്ല ഈ ഭൂമിയിൽ, ഇനി ഉണ്ടാകത്തുമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യേശു മാത്രമാണ് രക്ഷിതാവ്.
അപ്പൊ അതുകൊണ്ട് നമുക്ക് ശക്തമായി പറയാൻ കഴിയണം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അങ്ങനെ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമം മാത്രമാണ്. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. 13 മുതൽ 22 ഉള്ള വാക്യങ്ങൾ നമുക്കറിയാം. അവര് തിരിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ കോർട്ടിന്റെ, ആ സുപ്രീം കോർട്ടിന്റെ അല്ലെങ്കിൽ ആ സുപ്രീം കൗൺസിലിന്റെ ഡിസിഷനാണ്, അവരെടുക്കുന്ന തീരുമാനമാണ്. അവർ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവർ അൺഓതറൈസ്ഡ് ആണ്, ഇവർ തിയോളജിക്കൽ ഡിഗ്രി ഒന്നും ഇല്ലാത്തവരാണ്, റബി എന്നുള്ള ഗുരു എന്നുള്ള പേരിന് യോഗ്യരല്ല ഇവർ സാധാരണ അവിടെ പറയുന്ന 2 പദം, യോഹന്നാന്റെയും പത്രോസിന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരെന്ന് പറഞ്ഞാൽ ഇല്ലിറ്ററേറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല, ഒന്നും പഠിച്ചിട്ടില്ലെന്നുള്ള അർത്ഥത്തിൽ. അവരെ സംബന്ധിച്ചൊരു റബി ആകണമെങ്കിൽ, ഒരു ഗുരു ആകണമെങ്കിൽ അതിന് ചില പ്രാക്ടിക്കൽ ട്രെയിനിങ് ആവശ്യമാണ്. അത് ഇവർക്കില്ല. സദൂക്യരെന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന, നമ്മൾ കണ്ടു ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ദൈവാലയ പഠനായ സദൂക്യരെ, അതുപോലെ പുരോഹിതന്മാരെ, അവരുടെ ഒരു റബി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ശാസ്ത്രി എന്ന് പറഞ്ഞാൽ അവരാരാണ്? ന്യായപ്രമാണത്തെ മുഴുവനും അത് പകർത്തി എഴുതാൻ യോഗ്യത, അർഹത അവർക്കേ ഉള്ളൂ. അത് സൂക്ഷിപ്പുകാരവരാണ്, അത് വ്യാഖ്യാനിക്കേണ്ടത് അവരാണ്. എന്ന് പറഞ്ഞാൽ മുഴുസമയവും അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ടവരാണവർ. അവർ മാത്രമേ ഇത് ഉപദേശിക്കാൻ അവർ ഓതറൈസ്ഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ആ പഠിപ്പ് ഇവർക്കില്ല. ഇവർ സാധാരണ ആൾക്കാരാണ്, ലേമനാണ്. ഇവർക്ക് എങ്ങനെ ഇത് പ്രസംഗിക്കാൻ കഴിയും? ഇവരുടെ പ്രസംഗം എങ്ങനെ ആധികാരികതയുള്ളതായി തീരും എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ അവർക്കിത് നിഷേധിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഒരു തെളിവ് അവരുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവർ പ്രസംഗിച്ച യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിച്ചവൻ അവരുടെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് എതിർക്കാനും വയ്യ, അംഗീകരിക്കാനും വയ്യ. നോക്കിയേ, അതല്ലേ താഴോട്ട് നമ്മൾ വായിക്കുന്നു. നോക്കിയേ, ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ. ഞാൻ പറഞ്ഞില്ല, പഠിപ്പില്ലാത്തവരെന്നുള്ളത് ഇല്ലിറ്ററേറ്റ് എന്നുള്ള അർത്ഥത്തിലല്ല. അവരുദ്ദേശിക്കുന്ന അറബിക്കുള്ളതായ ക്വാളിഫിക്കേഷൻ ഇവർക്കില്ല. പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാൻ ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചതിനോട് ചേർന്ന്, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യം, കർത്താവിനെ കുറിച്ച് അവിടെ അവര് പറഞ്ഞ കാര്യം. യോഹന്നാൻ 7:15. വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെയെന്ന് യഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. കർത്താവിനെ കുറിച്ച് പറഞ്ഞതാ. വിദ്യാഭ്യാസം ചെയ്യാതെ, വിദ്യാഭ്യാസം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഒരു റബിക്ക്, യഹൂദന്മാരുടെ ഇടയിൽ ഒരു ഗുരു ആകണമെങ്കിൽ, ഒരു റബി ആകണമെങ്കിൽ അതൊരു ചില്ലറ കാര്യമല്ല. നന്നായി ന്യായപ്രമാണം കൈകാര്യം ചെയ്ത് അവരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു നല്ല തിയോളജിക്കൽ ഡിഗ്രി അവർക്കുണ്ടായിരിക്കണം, ട്രെയിനിങ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞത്, വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെ എന്ന് യഹൂദന്മാർ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. ഇതേ കാര്യം തന്നെയാണ് ശിഷ്യന്മാരെ നോക്കി പറയുകയാണ്. ഇവരാരാണ്? ഇവർ സാമാന്യ ജനമാണ്, ഇവർ പഠിപ്പില്ലാത്തവരാണ്, സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നുവെന്നും അറിഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യം, സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോട് കൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറയാൻ വകയില്ല താനും. കണ്ടോ? അപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഈ പ്രസംഗം ഇവർക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഇവരൊരു റബിയല്ല, ഇവർക്ക് അതിനുള്ള പഠിപ്പില്ല. അപ്പോൾ ഇവർക്ക് അത് അംഗീകരിക്കാൻ സാധ്യമല്ല. പക്ഷേ നിഷേധിക്കാനും കഴിയുന്നില്ല. കാരണം എന്താ? അടുത്ത വാക്യം നമ്മൾ വായിച്ച, സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ എവിടെ നിൽക്കുക? അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്കെതിര് പറയാനും പറ്റുന്നില്ല. അപ്പോൾ അംഗീകരിക്കാനും പറ്റുന്നില്ല, എതിര് പറയാനും പറ്റുന്നില്ല. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഈ വിശ്വാസ ജീവിതത്തിൽ പലരും ഇങ്ങനെ, നമുക്കറിയാം, സത്യം മനസ്സിലാക്കിയാലും യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിച്ചാലും മുൻപോട്ട് വരാൻ കഴിയാതിരിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് വിശ്വാസ ജീവിതത്തിൽ. നമ്മൾ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ആ കാര്യങ്ങൾ ബോധ്യപ്പെടും. പക്ഷേ പല തടസ്സങ്ങൾ അവർ ഇന്ന് പറഞ്ഞ പോലെയാണ് ഇവർക്ക്. ഇവരെ സംബന്ധിച്ച് അവരുടെ അറിവനുസരിച്ച് ഇവരുടെ പ്രസംഗം സ്വീകരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ തെളിവ് മുന്നിൽ നിൽക്കുകയാണ്. യേശുവിൻ്റെ നാമനിമിത്തം സൗഖ്യമുണ്ടായ ആ മനുഷ്യരുടെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ഇത് നിഷേധിക്കാനും കഴിയുന്നില്ല. പിന്നെ അവരെന്താ ചെയ്തത്? വായിക്കാം.
അവർ തമ്മിൽ ആലോചിച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് ഈ ന്യായാധിപ സംഘം കൂടിക്കൊണ്ടാണ് ഇതൊക്കെ ഇവരെ വിസ്തരിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ നടന്ന സംഭവം നമ്മൾ ഇതുവരെ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർക്ക് ഇത് നിഷേധിക്കാൻ പറ്റുന്നില്ല, ആ സമയത്ത് തന്നെ ഇത് സമ്മതിച്ചു കൊടുക്കാനും അവർക്ക് പറ്റുന്നില്ല. രണ്ടിനാലും അവരിങ്ങനെ ഞെരുങ്ങി. അപ്പോൾ പറഞ്ഞു, ഇവരെ പുറത്താക്കിയിട്ട് അവർ തമ്മിൽ വളരെ സീക്രട്ടായിട്ട്, ഇനി പരസ്യ വിചാരണയല്ല, ഇവരെ പുറത്താക്കിയിട്ട് അവർ തമ്മിൽ ആലോചിക്കും നമുക്ക് എന്തൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇവിടെ വേദചിന്തന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് ലൂക്കോസാണ് ഇതെല്ലാം എഴുതി വെക്കുന്നത്. ഇപ്പോൾ പരസ്യമായൊരു വിചാരണ നടക്കുന്നു. ആ വിചാരണ കോടതിയിൽ നടന്ന കാര്യം ഇപ്പം നമുക്കറിയാം. നമ്മുടെ കോടതികളിലൊക്കെ നടക്കുന്ന വിചാരണകൾ ചിലതൊക്കെ ലൈവുണ്ട് അല്ലേ? സുപ്രീം കോടതിയിലെ ചില പ്രധാന വിധികളൊക്കെ വരുമ്പോൾ അത് ലൈവ് ഇടാറുണ്ട്. ഇനി അതല്ല, നമുക്ക് വിവരാവകാശ നിയമം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ പോയി അപ്രോച്ച് ചെയ്താലും ആ കേസിൻ്റെ നാൾ വഴികളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള രീതികളുണ്ടെന്ന്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ലൂക്കോസ് എങ്ങനെ അറിഞ്ഞു എന്നൊരു ചിന്തയുണ്ടല്ലേ? ഇത്രയും കാര്യം പരസ്യമായി വിചാരണ നടക്കുകയാണ്. നിങ്ങൾ അടുത്ത വാക്യം എങ്ങനെ വായിക്കുന്നത്? എങ്കിലും അത് ഈ മനുഷ്യർ, അതിന്റെ 15-ാം വാക്യം, അവരോട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ. ഇനി ഇവരെ എല്ലാം പരസ്യ വിചാരണയല്ല, ന്യായാധിപ സംഘത്തിൽ നിന്ന് അവരെ പുറത്തു വിട്ടു. പുറത്തു പോകാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിലാലോചിച്ചു അല്ലേ? ഇപ്പൊ ഞാനിവിടെ നിന്ന് ഈ ബൈക്ക് കൂടെ പ്രസംഗിക്കാൻ നിങ്ങൾക്കെല്ലാം കേൾക്കാം. നിങ്ങളെ എല്ലാവരെയും പുറത്തു വിട്ടിട്ട് ഞങ്ങളെ രണ്ടുകൂടി വിടുന്ന ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. അത് നിങ്ങളെങ്ങനെ അറിയുന്നേ? അപ്പൊ ഈ വേദപുസ്തകത്തിന്റെ ക്രിറ്റിക്സ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ചോദിക്കാറ്, ഇത് ലൂക്കോസ് എങ്ങനെ അറിഞ്ഞു? അവർ തമ്മിൽ ആലോചിച്ച കാര്യം പിന്നെ പറയുകയാണ്. അപ്പൊ അതിന് ഇപ്പോൾ വേദചിന്തനം നമ്മൾ തിരുവനം പഠിക്കുന്നുണ്ട്, അത് ഓർപ്പിക്കുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള രഹസ്യ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്, ഈ ന്യായാധിപ സംഘത്തിൽ പറഞ്ഞിരിക്കുന്ന പേരുകളെല്ലാം അവിടെ പറഞ്ഞിട്ടില്ല. ഗമാലിയേൽ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പിന്നെ നമ്മൾ കാണുന്നുണ്ട്. അത് ഈ ന്യായാധിപ സംഘത്തിലുള്ളതായിരുന്നു. ഗമാലിയേലും പൗലോസും തമ്മിൽ പിന്നെ ബന്ധപ്പെടുന്ന നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ സംഭാഷണത്തിൽ ഈ ഗമാലിയേൽ പിന്നീട് ഇത് പങ്കുവെച്ചതാകാം. അറിയാനുള്ള വഴികളുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല സാധ്യതകൾ അതിൻ്റെ പിന്നിൽ പറയുന്നുണ്ട്. എനിവേ, ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇവർ തമ്മിൽ ആലോചിച്ച കാര്യങ്ങൾ താഴോട്ട് എഴുതിയിരിക്കുക ലൂക്കോസ് അതെങ്ങനെയോ ലൂക്കോസിന് അറിവ് കിട്ടി. താഴോട്ട് വായിച്ചാട്ടെ. എങ്കിലും അത് ഈ മനുഷ്യരെ എന്ത് ചെയ്യേണ്ടു? പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ. നിഷേധിക്കാൻ നമുക്ക് കഴിവില്ല. എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിക്കാൻ. ദൈവമക്കളെ, അവര് അവസാനം എടുത്തൊരു തീരുമാനം ഇതാണ്: നമുക്കത് നിഷേധിക്കാൻ കഴിയുന്നില്ല, എന്നാൽ നമുക്കൊട്ട് അംഗീകരിക്കാനും വയ്യ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഈ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കരുതെന്ന് പറഞ്ഞ് അവരെ തർജ്ജനം ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുന്നു. അടുത്ത വാക്യം, പിന്നെ അവരെ വിളിച്ചിട്ട് ഈ കാര്യം പറയുന്നു: യേശുവിന്റെ നാമത്തിൽ അശേഷം എന്ത് ചെയ്യരുത്? സംസാരിക്കരുത്, കൽപ്പിച്ചു. അതിന് പത്രോസ് യോഹന്നാനോട് സധൈര്യം പറയുന്നു: ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ. അവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ സ്വന്തം ഡിഫൻസ് അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു സാധാരണ കോടതിയല്ല. അടുത്ത നിമിഷം മരണത്തിന് വിധിക്കാൻ അധികാരമുള്ളൊരു കോടതിയുടെ മുമ്പിൽ അന്നേരവും പറയുകയാണ്: നിങ്ങൾ വിധിക്കുക, ദൈവത്തെക്കാളധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ. ന്യായമോ എന്ന് നിങ്ങൾ തന്നെ വിധിക്കുക. നോക്കുക, തങ്ങളുടെ ജീവനേക്കാൾ ഉപരിയായി അവർ ഉയർത്തിപ്പിടിച്ച കർത്താവിൻ്റെ നാമത്തെ ആ അധികാരികളുടെ മുമ്പിൽ ഉയർത്തുവാൻ പത്രോസിന് ദൈവം കൃപ നൽകുന്നു. അടുത്തതായി നമ്മൾ കണ്ണിക നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഞങ്ങൾക്കത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത്. നോക്കുക, അവർ അനുഭവിച്ചത്, അവർ കണ്ടത്, അവർ കേട്ടത്, അത് പ്രസ്താവിക്കാതിരിപ്പാൻ. അതെന്താണ് അവർ കണ്ടതും കേട്ടതും? യേശുവിന്റെ നാമമാണ്. അത് പ്രസ്താവിക്കാതിരിപ്പാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. എന്നിട്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ ജനം നിമിത്തം വഴിയൊന്നും കാണായതുകൊണ്ട് അവർ പിന്നെയും തർജ്ജനം ചെയ്തവരെ വിട്ടയച്ചു. കർത്താവിന്റെ സാക്ഷ്യം അവിടെ പറയാൻ ദൈവം അവസരം കൊടുത്തു, അവരെ വിട്ടയച്ചു. അടുത്ത വാക്യം. നോക്കുക, അധികാരികളുടെ മുമ്പിൽ
കർത്താവ് തൻ്റെ നാമത്തെ ഉയർത്തുവാൻ എങ്ങനെ അവർക്ക് ശക്തി പകർന്നു. ആ വിചാരണ വേളയിൽ സധൈര്യം പത്രോസ് പറഞ്ഞ വാക്കാണ്, മറ്റൊരുത്തരും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇന്നും ആ നാമത്തെ ഉയർത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നോക്കുക, ഈ പ്രതികൂല സാഹചര്യത്തിൽ തൻ്റെ ദാസന്മാരെ ദൈവം നിർത്തിയെന്ന് മാത്രമല്ല, അധികാരികളുടെ മുന്നിൽ അവൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം അവരെ ശക്തീകരിക്കുന്നു. അതിന് പ്രധാനമായി ഒരു ഉയർത്തിയ 2 കാര്യങ്ങൾ. ഒന്ന്, യേശുവിനെ നിങ്ങൾ കൊന്നുകളഞ്ഞു, എന്നാൽ ദൈവമോ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 2, അവൻ മൂലക്കല്ലായി മാറി. ഈ സ്വഭാവ ഗുണമുള്ള മറ്റൊരാൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ ഏകരക്ഷിതാവ്. അത് ഉയർത്തിപ്പാടുവാൻ, അത് ഉയർത്തി പറയുവാൻ ദൈവം നമ്മയും ഈ കാലഘട്ടത്തിൽ സഹായിക്കട്ടെ. ഇവിടെ 2 കാര്യങ്ങളാണ് ഈ 4-ാം അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ചത്. 3-ാമതൊരു ഭാഗം കൂടെ ഉണ്ട്. കർത്താവിനെ വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, നമ്മൾ കണ്ടത് അധികാരികളുടെ മുന്നിൽ പത്രോസിനെ യോഹന്നാനെ അപ്പോസ്തലന്മാരെ കൊണ്ടുവരുന്നു, അവരെ വിസ്തരിക്കുന്നു. ആ വിസ്താരവേളയിൽ പത്രോസ് നൽകിയ മറുപടി ഇതാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ചത്. അവസാനം ഒരുപക്ഷെ മരണം മുഖാമുഖമായി അവർ കണ്ടെങ്കിലും ദൈവം അവരെ അതിൽ നിന്ന് വിടുവിക്കുന്നു, അവരെ വിട്ടയക്കുന്നു എന്നാണ് നമ്മൾ വായിച്ചത്. അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അത് 3-ാമത്തെ ഭാഗമാണ്. വിട്ടയച്ച ശേഷം അവർ ഓടിച്ചെല്ലുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ ഒരു കൂട്ടത്തിലേക്കാണ്. അത് ദൈവം വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിലും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ അവർ കണ്ണും കേട്ടുപിരിക്കുന്നു. ഞങ്ങൾക്ക് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുകയില്ല. യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സുവിശേഷം ഇന്നും അതേ സകല നാമത്തിനും മേലായ നാമമായി അവൻ്റെ നാമം ഇന്നും മനുഷ്യർക്ക് രക്ഷ നൽകുന്നതാണ്. കേവലം ഒരു രോഗസൗഖ്യത്തിൽ നിന്ന് എത്ര വേഗം പത്രോസ് രക്ഷയുടെ ദൂത് നൽകിയതുപോലെ മനുഷ്യർ പലപ്പോഴും താൽക്കാലികമായ നേട്ടങ്ങളിലൊക്കെ തൃപ്തി പ്രാപിച്ച് അതേ ഒതുങ്ങിക്കഴിയുമ്പോൾ അതിലുപരി അതിനേക്കാൾ അല്ല, അതിൽ നിന്ന് ഒരു സൗഖ്യത്തിലേക്ക് അല്ല ഒരു രക്ഷയിലേക്കുള്ള സന്ദേശത്തെ പത്രോസ് എങ്ങനെ അതേ ജനത്തിന് പങ്കിട്ടതുപോലെ ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ തലമുറയിലും മനുഷ്യർ പലവിധമായ പ്രശ്നങ്ങളാൽ ബാധിതരാണ്. നമ്മൾ അവരെ സമീപിക്കുമ്പോൾ, ഒരു രോഗിയുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ കർത്താവ് സൗഖ്യം നൽകുന്നവനാണെന്ന് നമുക്കവരോട് പറയാൻ കഴിയും. എന്നാൽ അതോടൊപ്പം തന്നെ ആ സൗഖ്യം അവനെ നിത്യജീവനിലേക്ക് നയിക്കുന്ന യേശു സൗഖ്യദായകൻ, യേശു നിത്യജീവനെ പ്രദാനം ചെയ്യുന്നവൻ. ആ ഒരു ചേഞ്ച് അവിടെ വരുന്നത് എന്താണെന്ന് നാം ഗ്രഹിച്ചുകൊണ്ട് ആമേൻ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അനേകരെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ദൈവസ്നേഹത്തിനായി നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സഹോദരന്മാർ ഒരാളെ പ്രാർത്ഥിച്ചാട്ടെ.